നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായ ഒരു അമരയ്ക്ക മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ അമരയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഈ അമരയ്ക്ക ഒന്ന് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ഓരോ അമരയ്ക്കയുടെയും 2 സൈഡിലായിട്ട് നാരുകളുണ്ടാവും. ആ നാര് ചീന്തി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചെറുതായി നുറുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമരക്കായ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പാടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വെറും കുറച്ച് ചേരുവകൾ മാത്രം മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായ മുളകും പൊടി ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച അമരക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് നമ്മുടെ മുളകും പൊടിയൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അമരക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ അമരക്കായ്ക്ക് വേവില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അമരക്കായ വെന്ത് കിട്ടും. അത്രയും ടൈമും മതി ഇത് വേവാനായിട്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നതാണ്. മൺചട്ടിയിലായ കാരണം ഇത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ അമരയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ അമരയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.